പ്രഥമ പ്രഭാഷണം നമ്മളുടെ ഭാഗവത കുടുംബത്തിൽ എല്ലാ സത്സംഗങ്ങളിലും എപ്പോഴും നമ്മളോട് ഒപ്പം ഉണ്ടാവുന്ന ആതുര സേവനം ചെയ്യുന്നതായിട്ടുള്ള പോരാ, ആത്മാർത്ഥമായിട്ടുള്ള തൻ്റെ അറിവ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ തന്നെ ആ ആതുര സേവനം ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയാണ് സുധാ തരൂർ അമ്മ. ആണ് ഇന്ന് നമുക്ക് 12ാമത്തെ അധ്യായം വൃത്രാസുരന്റെ വധം, വൃത്രാസുരന്റെ വധം എന്നുള്ളതല്ല, വൃത്രാസുരന്റെ വൈകുണ്ഠപ്രാപ്തി എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഇപ്പോൾ വായിച്ചു നിർത്തിയതായിട്ടുള്ള അധ്യായം, ആ അധ്യായത്തിന് വേണ്ടിയിട്ട് ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ശ്രാദ്ധത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഭാഗവത നവാഹി യജ്ഞത്തിന്റെ 4ാം ദിവസത്തെ പ്രഥമ പ്രഭാഷണത്തിനായിക്കൊണ്ട് അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സാദരം സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാം അന്യാം സഹസ്രചരണശ്രവണത്വഗാതീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തോ ജഗർവശമനസ്തവ പാദയോർനഃ ഭൃത്യാം ശിരസ്തവ നിവാസ ജഗത്പ്രണാമേ ദൃഷ്ടിസ്ഥതാം ദർശനേഷ്ട ഭവത്തനൂനാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തിരുമേനി നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഷഷ്ഠസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായമാണ് പ്രഭാഷണ വിഷയം. ഷഷ്ഠസ്കന്ധത്തിന്റെ ലക്ഷണം പോഷണം. പോഷണം എന്ന് വെച്ചാൽ ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ എങ്ങനെയാണ് പോഷിപ്പിക്കുന്നത്. ഭഗവാനെ ആശ്രയിച്ച ഭക്തന്മാരെ ഭഗവാൻ ഒരിക്കലും കൈവിടിയില്ല. ആ ഭക്തരെ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. അത്തരത്തിലെ കഥയാണ് നമ്മൾ അജാമിളോപാഖ്യാനത്തിലും വൃത്രാസുരന്റെ കഥയിലെല്ലാം നമ്മൾ കാണുന്നത്. ഇവിടെ 6ാം സ്കന്ധത്തിൽ 12ാം അധ്യായത്തില് വൃത്രാസുരന്റെ അന്ത്യത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നമുക്ക് വൃത്രാസുരന്റെ അന്ത്യത്തിൽ പോകുന്നതിന് മുമ്പ് ഇതിന്റെ മുമ്പുള്ള അധ്യായത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്മരിക്കാം. വൃത്രാസുരന്റെ കഥ ഇന്ദ്രന്റെ കഥയിൽ നിന്ന് തുടങ്ങണം. ഇന്ദ്രന്റെ കഥ എന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാവരുടെയും കഥ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഐശ്വര്യം, ശ്രേഷ്ഠത ജീവിതത്തിൽ എല്ലാം ഉണ്ടായി വരുമ്പോൾ ഉണ്ടാവുന്ന ഒന്നാണ് അഹങ്കാരം. നമുക്കും ചെറിയ നേട്ടങ്ങളിലെല്ലാം ചെറിയ അഹങ്കാരങ്ങളെല്ലാം ജീവിതത്തിൽ തീർച്ചയായിട്ടും തോന്നിയിട്ടുള്ള സന്ദർഭങ്ങൾ നിറയെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു അഹങ്കാരം ഇവിടെ ഇന്ദ്രനുണ്ടായി. ഇന്ദ്രൻ തൻ്റെ ദേവഗുരുവായ ബൃഹസ്പതി വന്ന സമയത്ത് തൻ്റെ ഇതിൽ നിന്ന് എണീക്കുക പോലും ചെയ്തില്ല. പീഠത്തിൽ നിന്ന് അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തില്ല, പീഠത്തിൽ നിന്ന് എണീക്കുക പോലും ചെയ്തില്ല. അപ്പൊ ഗുരുനിന്ദ വളരെ നമുക്കറിയാം. നമ്മൾ ഉഷ്ണിക്കുന്ന സമയത്താണ് നമ്മൾ ഫാൻ ഇല്ല, കറണ്ട് ഇല്ല എന്ന് മനസ്സിലാക്കുക. അതേമാതിരി പ്രതിരോധ ശക്തിയെല്ലാം ഇല്ലാത്ത സമയത്താണ് നമുക്ക് രോഗം വരിക. അതുമാതിരി ഇവിടെ ഇന്ദ്രന് മനസ്സിലായി, ഐശ്വര്യം ചോർന്നു പോയപ്പോഴാണ് മനസ്സിലായത് തൻ്റെ ഗുരുവായിരുന്നു ഈ ഐശ്വര്യത്തിനും കീർത്തിക്കെല്ലാം കാരണം എന്ന് മനസ്സിലാക്കി. ഉടനെ അദ്ദേഹം ബ്രഹ്മാവിനെ കണ്ടു. ബ്രഹ്മാവ് ഇന്ദ്രനോട് ദേവലോകത്ത് വിശ്വരൂപനെ പോയി കണ്ട്, വിശ്വരൂപൻ അതായത് ത്വഷ്ടാവിന്റെ രചന എന്ന അസുര സ്ത്രീയിലുണ്ടായ പുത്രനാണ് വിശ്വരൂപൻ. വയസ്സിൽ ചെറിയ ആളാണ്, പക്ഷെ ജ്ഞാനത്തിൽ വൃദ്ധനുമാണ്, ബ്രാഹ്മണനുമാണ്. തീർച്ചയായിട്ടും വളരെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ദേവേന്ദ്രൻ വളരെ പ്രേരിപ്പിച്ചിട്ട് വിശ്വരൂപനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഇവിടെ വന്ന ശേഷം വിശ്വരൂപൻ നല്ല ജ്ഞാനിയാണ്, ഭേദ വ്യത്യാസമൊന്നുമില്ലാത്ത അസുരൻ അസുരന്മാര് ദേവന്മാരെന്നുള്ള ഭേദമൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം നാരായണ കവച മന്ത്രമെല്ലാം ഇന്ദ്രന് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ഹോമത്തില് ഹവിർഭാഗം ദേവന്മാർക്ക് സമർപ്പിക്കുന്നത് പോലെ
അസുരന്മാർക്കും സമർപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ വിശ്വരൂപന്റെ ശിരസ് ഛേദിക്കുകയാണ്. ഇവിടെ ഗുരുനിന്ദയ്ക്ക് പുറമെ ഇപ്പോൾ വിശ്വരൂപനെ ഛേദിച്ച ബ്രഹ്മഹത്യ പാപവും ഇന്ദ്രനുണ്ടായി. ഇതറിഞ്ഞ തൊഷ്ടാവ്, അതായത് വിശ്വരൂപന്റെ പിതാവിന് ക്രോധത്തില് അദ്ദേഹം ഒരു ഹോമം ചെയ്യാണ്. ആ ഹോമത്തില് വൃത്രാസുരൻ ഉണ്ടാവുകയാണ്. വൃജിന ത്രായതേ ഇതി വൃത്രഹ എന്ന് വെച്ചാൽ ദുഃഖത്തെ ഇല്ലാതാക്കാൻ, പിതാവിന്റെ ദുഃഖത്തെ ഇല്ലാതാക്കാൻ ഉണ്ടായ പുത്രൻ. ഉണ്ടായ ഉടനെ തന്നെ ഒരു അസ്ത്രത്തിന്റെ വലിപ്പത്തിൽ വൃത്രാസുരൻ വലുതാകാൻ, വലിയ രൂപം എടുക്കാൻ തുടങ്ങി. പിതാവിന്റെ ആജ്ഞപ്രകാരം ഇന്ദ്രനെ യുദ്ധത്തിന് പോകാൻ ആവശ്യപ്പെടും. ഇവിടെ ഇന്ദ്രൻ ഇതറിഞ്ഞ് ബ്രഹ്മാവിന്റെ അടുത്ത് പോയി. ബ്രഹ്മാവ് ഉടനെ തന്നെ വൈകുണ്ഠത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഭഗവാൻ ഇന്ദ്രനോട് ആവശ്യപ്പെടുകയാണ്. വൈകുണ്ഠത്തിൽ പോയ ഇന്ദ്രൻ ഭഗവാനെ സ്തുതിക്കുകയാണ്. അപ്പൊ ഭഗവാൻ ഭൂമിയിൽ പോയി ദധീചി മഹർഷിയുടെ അടുത്ത് ചെന്ന് നട്ടെല്ല് വാങ്ങിച്ചിട്ട് വജ്രായുധം ഉണ്ടാക്കിയാൽ മാത്രമേ വൃത്രാസുരനെ എതിരിടാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കണം. നട്ടെല്ല് എന്ന ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. ദധീചി മഹർഷിയുടെ അടുത്ത് പോയി ഇന്ദ്രൻ ആവശ്യപ്പെടുകയാണ്. തൻ്റെ ശരീരം ദേവന്മാർക്ക് അങ്ങനെ ഒരു ഉപകാരമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ദധീചി മഹർഷി പ്രണവം ചൊല്ലി തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കുകയാണ്. ഇന്ദ്രൻ ആ ദധീചി മഹർഷിയുടെ നട്ടെല്ല് കൊണ്ടുപോയി വജ്രായുധം ഉണ്ടാക്കി പിന്നീട് വൃത്രാസുരന്റെ അടുത്ത് യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഐരാവതത്തിന്റെ പുറത്ത് വജ്രായുധമായി വൃത്രാസുരന്റെ നേർക്ക് ഇന്ദ്രൻ യുദ്ധത്തിന് പുറപ്പെട്ടു. ഇവിടെ വൃത്രാസുരനെ ഇന്ദ്രനെ കണ്ട ഉടനെ ഇന്ദ്രനോട് പറയാണ്, തൻ്റെ ശൂലം കൊണ്ട് ഇന്ദ്രനെ വധിക്കുകയാണെങ്കിൽ ആ ശൂലത്തിന്റെ മുന പൊട്ടുകയുള്ളൂ. കാരണം ഇന്ദ്രന്റെ ഹൃദയം അത്ര കരിങ്കല്ലുമാരി ഉള്ളതാണ്. കാരണം ഗുരുവും തൻ്റെ സഹോദരനും ബ്രാഹ്മണനുമായിട്ടുള്ള വിശ്വരൂപനെയാണ് അദ്ദേഹം വധിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും യുദ്ധത്തില് ഇന്ദ്രനെ വധിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് വൃത്രാസുരൻ ഇന്ദ്രനോട് എതിർക്കുകയാണ്. ഇന്ദ്രന്റെ കയ്യിലെ വജ്രായുധം കണ്ട ഉടനെ വൃത്രാസുരന് തന്റെ പൂർവ്വജന്മസ്മൃതി, ആ വിഷ്ണു ചൈതന്യം കണ്ട ഉടനെ അദ്ദേഹത്തിന് സമാധി സ്ഥിതിയിലാവുകയാണ്. അവിടെ യുദ്ധകളത്തിൽ തൻ്റെ ശരീരം താൻ മരിക്കാൻ പോവുകയാണെന്നോ യുദ്ധകളത്തിലാണെന്നോ ഒന്നും ഓർക്കാതെ അദ്ദേഹം ഭഗവാനെ അവിടുന്ന് സ്തുതിക്കുകയാണ്. അതിഗംഭീരമായ വൃത്രഗീത 4 ശ്ലോകങ്ങളിലൂടെ കാണുകയാണ്. ഇത് നമുക്ക് ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കാം. വൃത്രാസുരൻ ഭഗവാനോട് പറയാണ്, തൻ്റെ ഭക്തന്മാരുടെ ദാസന്റെ ദാസനായി, ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുന്ന ആ ദാസന്മാരുടെ ദാസനായി തനിക്ക് ജന്മമുണ്ടാകണേ ഭഗവാനെ. തൻ്റെ മനസ്സ് എപ്പോഴും ഭഗവാനെ സ്മരിക്കുവാനും വാക്കുകൾ കൊണ്ട് ഭഗവാനെ കീർത്തിക്കുവാനും ശരീരം കൊണ്ട് ഭഗവാനെ പൂജിക്കുവാനും തനിക്ക് സാധിക്കണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് നമുക്ക് ഭഗവത്ഗീതയിലെ ഭക്തിയോഗത്തില് മാത്രസ്പർശ മയ്യേവ മനാദത്സ മൈബുദ്ധിം നിവേശയ നിവശിഷ്യസി മയ്യേവ അതഊർദ്ധം ന സംശയ. ഭഗവാൻ അർജുനോട് പറയാണ്, ഇന്ദ്രിയങ്ങളെ എന്നിലേക്ക് തിരിച്ച് ആരാണോ മനസ്സും ബുദ്ധിയും എന്നിൽ നിവേശിപ്പിക്കുന്നത് അവൻ തീർച്ചയായും എന്നിൽ തന്നെ ഇരിക്കുന്നതാണ്, എന്നിൽ തന്നെ ജീവിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വൃത്രാസുരന്റെ ആ ഉറച്ച ഭക്തി, ഭഗവാനിലുള്ള ഭക്തി കാണാം. അടുത്ത ശ്ലോകത്തില് ഭൗതിക സുഖത്തോടെല്ലാം ഉള്ള വൈരാഗ്യം. വൃത്രാസുരൻ പറയാണ്, എനിക്ക് സ്വർഗം ആവശ്യമില്ല ഭഗവാനെ, ബ്രഹ്മലോകം ആവശ്യമില്ല, ഭൂമിയിലെ ചക്രവർത്തി പദം എനിക്ക് വേണ്ട, പാതാളത്തിൽ ആധിപത്യം ആവശ്യമില്ല, അഷ്ടൈശ്വര്യം ഒന്നും വേണ്ട, മോക്ഷം വേണ്ട ഭഗവാനെ, എനിക്ക് ഭഗവാനെ മാത്രം മതി. ഇവിടെ പരമമായ വൈരാഗ്യം, ഭൗതിക സുഖത്തിൽ ഒന്നും ആഗ്രഹമില്ലാതെ അനപേക്ഷമായിട്ടുള്ള ആ ഭഗവാനോടുള്ള ആഗ്രഹം മാത്രം. അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗതവ്യത സർവാരംഭ പരിത്യാഗി യോമത് ഭക്ത സമയപ്രിയ. ഭഗവാൻ പറയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയമായിട്ടുള്ള ഭക്തൻ എല്ലാം ത്യജിച്ച് എന്നെ മാത്രം ആഗ്രഹിക്കുന്ന ആ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയമുള്ളവനായിരിക്കുമെന്ന് ഭഗവാൻ ഭക്തിയോഗത്തിൽ ഇതേ ഭഗവത്ഗീതയിലെ ഇതേ ശ്ലോകം പറയുന്നുണ്ട്. ഇനി ഭഗവാനോടുള്ള ആ തീവ്രമായ ആഗ്രഹം വൃത്രാസുരൻ 3 ഉപമയിലൂടെ കാണിക്കുകയാണ്. വൃത്രാസുരന്റെ അനന്യ ഭക്തി കാണിക്കുകയാണ്. 3 ഉപമകൾ.
അതായത് എങ്ങനെയാണോ വിശന്ന് തളർന്നിരിക്കുന്ന പക്ഷിക്കുഞ്ഞുങ്ങള് ആ തള്ള പക്ഷിയെ കാത്ത് കൂട്ടിലിരിക്കുകയാണ്. പിന്നെ പശുക്കിടാങ്ങളെ വിശന്നിരിക്കുന്ന പശുക്കിടാങ്ങൾ അതേമാതിരി അകിട്ടില് പാല് കുടിക്കാൻ ആഗ്രഹിക്കുന്ന തള്ള പശുവിന്റെ അടുത്ത് ചേരുവാൻ ആഗ്രഹിക്കുന്ന മാതിരി പ്രവാസിയായിട്ട് ദൂരദേശത്ത് പോയ ആ തന്റെ ഭർത്താവിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്ന ആ പതിവ്രതയായ പത്നി, ഇവരെ മാതിരി തന്റെ ഹൃദയവും ഭഗവാനെ അങ്ങയുടെ അടുത്ത് എത്തുവാൻ ഞാൻ വളരെ ആഗ്രഹിക്കുകയാണെന്ന് വൃത്രാസുരൻ പറയാണ്. ഇവിടെ ഭഗവാനോടുള്ള ആ തീവ്രമായ ആഗ്രഹം, അനന്യ ഭക്തി, ഒന്നിനും വേണ്ടാത്ത ഭഗവാനെ മാത്രം മതി എന്നുള്ള ഭക്തി നമുക്ക് കാണാം. ഏത് സർവാണി കർമാണി മൈസന്യസമത്പര അനന്യേ നൈവയോഗേന മാംധ്യായന്തുപാസതേ. ഇതും ഭക്തിയോഗത്തില് ശ്ലോകത്തിൽ ഇതേ അർത്ഥം കാണിക്കുന്ന ഒരു ശ്ലോകം തന്നെയാണ്. ഇനി ഭഗവാനോടുള്ള അവസാനമായിട്ടാ പറയാം, ഭൗതിക ബന്ധങ്ങളിൽ നിന്നെല്ലാം എനിക്ക് മോചനം വേണം, തിരിച്ച് ഈ സംസാര ചക്രത്തിൽപ്പെട്ട് എനിക്കൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ ഭഗവാനെ അങ്ങയുടെ ഭക്തന്മാരുടെ സംഘമാണ് എനിക്ക് വേണ്ടത്. ഭഗവാനെ, മായ കൊണ്ടുണ്ടാക്കിയ ഈ ശരീരമോ മക്കൾ ഭാര്യ ഇവയിലൊന്നും എനിക്ക് ആസക്തി ഉണ്ടാവരുത് ഭഗവാനെ. ഇനി ഞാൻ എൻ്റെ എന്നുള്ള ഒരിക്കലും എനിക്ക് ആ സത്തുക്കളായിട്ടുള്ള സംഘം എനിക്കുണ്ടാവാനുള്ള ആഗ്രഹം ഭക്തി കാണിക്കണം. ഇതില് വൃത്രാസുരന്റെ യഥാർത്ഥ ഭക്തി നമുക്ക് ഭാഗവതത്തില് വ്യാസമഹർഷിയിലൂടെ വൃത്രാസുരനിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഈ നാരദ ഭക്തി സൂത്രത്തിലും ഇതേമാതിരി കാണുന്നു, ഒന്നിനും വേണ്ടിയല്ലാത്ത ഭക്തി. ഭഗവാൻ നാരദരോട് പറയുന്നുണ്ടല്ലോ, നാഹം വാസാമി വൈകുണ്ഠം, ഞാൻ വൈകുണ്ഠത്തിലല്ല ഇരിക്കുന്നത്, ഞാൻ യോഗികളുടെ ഹൃദയത്തിലും അല്ല ഇരിക്കുന്നത്, പിന്നെ ഞാൻ എവിടെയാണ്? എൻ്റെ ഭക്തരുടെ എന്നെ കുറിച്ച് കീർത്തിച്ച് നടക്കുന്ന ആ ഭക്തരുടെ ഹൃദയത്തിലാണ് ഞാൻ എപ്പോഴും ഇരിക്കുന്നതെന്ന് ഭഗവാൻ പറയുകയാണ്. അതേമാതിരി നമുക്കും പ്രാർത്ഥിക്കാം. ഒരൊറ്റ മൊഴിയാണുള്ളതെങ്കിൽ ഭക്തി മാത്രം നശിക്കരുത് ഭഗവാനെ, നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഈ വൃത്രാസുരന്റെ ഭക്തിയെല്ലാം കണ്ട് ദേവേന്ദ്രൻ തരിച്ചു നിന്ന് പോവാണ്. ഈശ്വരനോടുള്ള അത്യധികമായിട്ടുള്ള പ്രേമം, എന്തിന് തൻ്റെ ഈ നിൽപ്പ് കണ്ട് തന്നെ ഇന്ദ്രനെ വല്ലാതെ ഭയപ്പെടുത്താണ്. പുല്ലുപോലെ തൻ്റെ ശരീരത്തെ വളരെ പുല്ലുപോലെ കണ്ട് ആ തൻ്റെ ഭഗവാനെ മാത്രം മതി എന്ന് കാണിക്കുന്ന ആ വൃത്രാസുരന്റെ ഭക്തി കണ്ട് ഇന്ദ്രന് വല്ലാത്ത ഭയം. ഇത് യുദ്ധത്തിന്റെ തന്നെ തന്നോടുള്ള യുദ്ധത്തിന് ജ്ഞാനദൃഷ്ടിയിലൂടെ വൃത്രാസുരൻ മനസ്സിലാക്കി. ഭഗവാൻ ഇത് 12-ാം അധ്യായത്തില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെയാണ് യുദ്ധകളത്തിൽ വെച്ച് ഒരു നല്ല സത്സംഗം ഇന്ദ്രന് വൃത്രാസുരൻ കൊടുക്കുന്ന ഒരു സത്സംഗം നമുക്ക് കാണാം. ജ്ഞാനദൃഷ്ടി കൊണ്ട് വൃത്രാസുരൻ മനസ്സിലാക്കി ഇന്ദ്രൻ തന്നെ വധിക്കുക, അതുകൊണ്ട് ഈ ശരീരം ത്യജിക്കുന്നതാണ് ഈ യുദ്ധത്തിൽ ജയിക്കുന്നതിനെക്കാട്ടും ശ്രേഷ്ഠം എന്ന് മനസ്സിലാക്കിയ വൃത്രാസുരൻ ഇന്ദ്രന്റെ നേരെ ശൂലം എറിയുകയാണ്. ആ ശൂലത്തെയും വലത് കൈയും വജ്രായുധം കൊണ്ട് ഇന്ദ്രൻ മുറിച്ചു വീഴ്ത്തി. അപ്പൊ ഇടത് കൈ കൊണ്ട് വൃത്രാസുരൻ പരിക്കെടുത്ത് ഐരാവതത്തിന്റെ മസ്തകത്തിലും ഇന്ദ്രന്റെ കവിളിലും ഒരു അടി വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് വജ്രായുധം താഴെ വീണു. വളരെ ലജ്ജിതനായി തന്റെ ഈ അസുരന്റെ മുമ്പിൽ നിന്ന് ആ വജ്രായുധം എടുക്കുവാൻ വളരെ വിഷമിക്കുകയാണ് ഇന്ദ്രൻ. ഇത് കണ്ട് വൃത്രാസുരൻ ഇന്ദ്രനോട് പറയാണ്, ഇന്ദ്ര, വജ്രായുധം കയ്യിലെടുത്ത് എന്നോട് യുദ്ധം ചെയ്യൂ. ഇവിടെ ആലോചിച്ച് നിൽക്കാനുള്ള സമയമല്ല, ഇത് യുദ്ധക്കളമാണ്. ജയം പരാജയം എല്ലാം ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെ സ്വാമിയുടെ വാക്ക് സത്യമാക്കണം. ആ തപസ്സി നട്ടില് തന്ന വജ്രായുധം ഉണ്ടാക്കിയില്ലേ, ആ തപസ്സിയുടെ ജന്മം സഫലമാക്കണം. അതുകൊണ്ട് എടുത്ത് യുദ്ധം ചെയ്യൂ എന്ന് പറയുകയാണ്. ഇത് വൃത്രാസുരൻ ഇന്ദ്രന് മാത്രം കൊടുക്കുന്ന സത്സംഗമല്ല, ഇത് നമുക്ക് കൂടിയുള്ള സത്സംഗമാണ്. നമുക്ക് മനസ്സിലാക്കാം. ഉത്പത്തിയും നാശമില്ലാത്തതും സർവജ്ഞനും ആദിലുള്ളതുമായ ഭഗവാന് മാത്രമേ എപ്പോഴും ജയമുള്ളൂ. ഈ ലോകവും ലോകപാലന്മാരെല്ലാം നമ്മളെല്ലാം ബന്ധിക്കപ്പെട്ട വലിയിൽപ്പെട്ട പക്ഷികളെ പോലെയാണ്. നമ്മളെല്ലാം അസ്വതന്ത്രരാണ്. കാലസ്വരൂപനായ ആ ഭഗവാന്റെ അധീനത്തിലാണ് നമ്മൾ എല്ലാവരും. ആ കാലമാണ് ഈ ജയം പരാജയം, ഇന്ദ്രിയബലം, മനോബലം, ശരീരബലം എല്ലാത്തിനും കാരണം ആ ഭഗവാന്റെ കാലസ്വരൂപനായ ഈശ്വരന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം ശരീരമാണെന്ന് വിചാരിക്കുന്നതാണ് എല്ലാത്തിനും ദുഃഖത്തിന് കാരണം.
യഥാ ദാരുമയി നാരി യഥാ യന്ത്രമയി മൃഗ. അതായത് മരം കൊണ്ടുണ്ടാക്കിയ പാവയും അല്ലെങ്കിൽ പ്രതിമയും യന്ത്രം കൊണ്ടുണ്ടാക്കിയ മൃഗം എങ്ങനെ ചലിക്കുന്നു, അതുണ്ടാക്കിയ ആളുടെ അധീനത്തിലാണ്. അതെല്ലാം അസ്വതന്ത്രനാണ്. അവരെല്ലാം ചലിപ്പിക്കുന്ന ആള് ചലിക്കുന്ന പോലെ ചലിക്കുന്നു. അതേമാതിരി ഭഗവാൻ നമ്മളെല്ലാം കാലസ്വരൂപനായ ആ ഭഗവാന്റെ അധീനത്തിലാണ് നമ്മളെല്ലാവരും. ഭഗവാൻ ചലിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മൾ ചലിക്കുന്ന പാവകളാണെന്ന് പറയാണ്. നമ്മുടെ കർമ്മമൊന്നും നമ്മളുടെ മേന്മ കൊണ്ടല്ല, മുകളിലുള്ള ശക്തി കളിപ്പിക്കുന്ന മാതിരി നമ്മൾ കളിക്കുകയാണ്. ഇന്ന് വജ്രായുധമായി ഇന്ദ്രൻ മുമ്പിൽ നിൽക്കുന്നതും ആ ശക്തിയുടെ പ്രേരണ കൊണ്ട് മാത്രമാണ്. ഇനി പുരുഷൻ, പ്രകൃതി, മഹത്വത്വം, പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ ഇവയെല്ലാം തനിച്ച് ഒരു ശക്തിയും ഒന്നിനും സൃഷ്ടിക്കൊന്നും കാരണമല്ല. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇവയ്ക്കെല്ലാം സൃഷ്ടി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജീവജാലങ്ങളെ കൊണ്ട് സൃഷ്ടി ചെയ്ത് അവയെ കൊണ്ട് സംഹരിപ്പിക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കാലം അനുകൂലമായിരിക്കുമ്പോൾ കീർത്തി, ഐശ്വര്യം എല്ലാം നമുക്കുണ്ടാവും. എന്നാൽ പ്രതികൂലമാവുമ്പോഴോ എല്ലാം നശിക്കുകയും ചെയ്യും. നമുക്കറിയാലോ, ചെറിയൊരു കാലിടറിയാൽ നമുക്ക് വലിയൊരു ഫ്രാക്ചർ ഉണ്ടാവണോ, വലിയൊരു അപകടത്തിൽ നിന്ന് വളരെ നിഷ്പ്രയാസമായി ചിലർ രക്ഷപ്പെടുന്നു. ഇതെല്ലാം ആ കാലത്തിന്റെ, ആ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് സംഭവിക്കുന്നത്. ഇവിടെ ഒരു ശ്ലോകം നമുക്ക്, ഭഗവത്ഗീതയിലെ ശ്ലോകം നമുക്ക് സ്മരിക്കാം. മാത്രാ സ്പർശാസ്തു കൗന്തെയ ശീതോഷ്ണ സുഖദുഃഖത ആഗമാ പായിനോ അനിത്യ താം തിദിക്ഷസ ഭാരത. അർജുന, ഈ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും അതിന്റെ സമ്പർക്കം കൊണ്ടാണ് ഈ നമുക്ക് സുഖം, ദുഃഖം, ജയം, പരാജയം എന്നുള്ള ദ്വന്ദ്വ വികാരങ്ങൾ ഉണ്ടാകുന്നത്. അത് ആഗമാ പായിനോ അനിത്യ, വന്നു പോണതും അനിത്യവുമാണ്. അതുകൊണ്ട് അതേക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. താം തിദിക്ഷസ ഭാരത, അതുകൊണ്ട് അതിനെല്ലാം ധീരമായി സഹിക്കാൻ പഠിക്കണം. ഇതേ തന്നെയാണ് ഇവിടെ വൃത്രാസുരൻ ഇന്ദ്രനും പറഞ്ഞു കൊടുക്കുന്നത്. ജയം, പരാജയം, ജനനം, ജീവിതം, മരണം ഇതെല്ലാം വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം നമ്മളുടെ അധീനത്തിലല്ല. അതുകൊണ്ട് അതേക്കുറിച്ച് ആലോചിച്ച് പരിഭ്രമിക്കേണ്ട എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ദ്രന്റെ വജ്രായുധത്തിന് മുമ്പിലും ഒരു ലവലേശം ചഞ്ചലനാകാതെ ഭഗവത് ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു വൃത്രാസുരൻ. ഇനി സത്വം, രജസ്, തമസ് ഇതെല്ലാം പ്രകൃതിയുടെ ഗുണങ്ങളാണ്. ഇത് ആത്മാവ് വെറും സാക്ഷി മാത്രം. ആത്മാവിന് ഒന്നും ഈ ഗുണങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. ആത്മാവ് സ്വതന്ത്രനാണെന്ന് അറിയുന്ന ആൾ ഒരു കാലത്ത് ഒന്നിനോടും ബന്ധമുണ്ടാകുന്നില്ല. ശരീരത്തിൽ നശ്വരതയും, ശരീരത്തിനാണ് നശ്വരത, ആത്മാവിന് അമരത്വമാണ്. ഇവിടെ ഇന്ദ്രൻ പറയാണ്, യുദ്ധത്തിൽ ഇന്ദ്രനാൽ തന്റെ രണ്ട് കൈ നഷ്ടപ്പെട്ടപ്പോഴും വൃത്രാസുരൻ എന്താ പറയുന്നതെന്ന് വെച്ചാല്, എന്റെ 2 കൈ ഉണ്ടായിരുന്നപ്പോഴും അത് ഭഗവാന്റെ കാരുണ്യമാണ്. ഇപ്പോൾ എന്റെ കൈ നഷ്ടപ്പെട്ടപ്പോഴും എനിക്കതിൽ ഒരു ഖേദമില്ല. അതും ഭഗവാന്റെ ഇച്ഛയായിട്ട് ഞാൻ കാണുന്നുള്ളൂ ഇന്ദ്ര. അതുകൊണ്ട് ശരീരത്തിന്റെ നശ്വരതയും ആത്മാവിന്റെ അമരത്വവും മനസ്സിലാക്കണം. ജാതസിഹ് ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ തസ്മാത് അപരിഹാര്യത്തെ തത്വം ശോചിതും അർഹസി. ജനിച്ചവർക്ക് മരണം, മരിച്ചവർക്ക് ജന്മം സുനിശ്ചിതമാണ്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന് പറയാണ്. ഇവിടെ ഇത്രയും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ ശേഷം ശരീരത്തിന്റെ അമരത്വത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. ഒരു പല കളറുള്ള കുപ്പികളിൽ വെള്ളം ഒഴിച്ചു വെച്ചാൽ നമുക്ക് തോന്നും വെള്ളത്തിന് ആ കളറാണ്, ആ നിറമാണെന്ന് തോന്നും. സത്യത്തിൽ വെള്ളത്തിന് നിറമില്ല, ആ കുപ്പിയുടെ നിറമാണ് നമ്മൾ കാണുന്നത്. അതേമാതിരി ഒരു സ്ഫടികത്തിന്റെ അടുത്തൊരു നിറം കൊണ്ടുപോയി വെച്ചാൽ ആ സ്ഫടികത്തിന് ആ നിറമാണോ നമുക്ക് തോന്നും. ഇതേമാതിരി ശരീരത്തിനാണ് ഈ ഗുണങ്ങളെല്ലാം. സത്വം, രജസ്, തമസെല്ലാം ശരീരത്തിന് മാത്രമല്ലോ. ആത്മാവ് നിത്യശുദ്ധ സത്വബോധമാണ്. അത് സച്ചിദാനന്ദ സ്വരൂപമാണ്. അതിനൊരു വ്യത്യാസവും ഇല്ല. അത് ഗുണങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. യുദ്ധം ഒരു ചൂതുകളിയാണ്. ഇവിടെ ആർക്കാണ് ജയം, ആർക്കാണ് പരാജയം ഒന്നും പറയാൻ സാധിക്കില്ല. ഈ ചൂതുകളിയിൽ പ്രാണനാണ് പണയം വെക്കുന്നത്. പിന്നെ ശരങ്ങൾ, ചൂതുകൾ, ആന, കുതിര വേണം ചൂതിന്റെ പലക. ഇതില് ചൂതുകളില് ആർക്കാണ് ജയം, ആർക്കാണ് പരാജയം ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന് വൃത്രാസുരൻ ഇന്ദ്രനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം കേട്ട ഇന്ദ്രന് തൊഴുതു നിന്നുപോയി. യുദ്ധക്കളത്തിൽ നിന്ന് തനിക്ക് ഇത് ആരാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നത്, ഈശ്വരനാണോ, ഭക്തനാണോ, അതോ ഗുരുവാണോ എന്നറിയാതെ
വളരെ സ്തംഭിച്ചു പോയി ഇന്ദ്രൻ. പിന്നീട് യുദ്ധം തുടങ്ങുകയാണ്. ഇന്ദ്രൻ വജ്രായുധമെടുത്ത് വൃത്രാസുരന്റെ നേരെ, വൃത്രാസുരന്റെ പരിക്ക് ഇടത് കൈയും, ആദ്യം വലത് കൈ പോയിരുന്നു, ഇപ്പൊ ഇടത് കൈയും ഛേദിച്ചു. തന്നെ കൊല്ലുവാൻ വജ്രായുധം കൊണ്ട് ഇന്ദ്രൻ വധിക്കില്ല എന്ന് മനസ്സിലാക്കിയ വൃത്രാസുരൻ തന്റെ രൂപം വലിയ മഹത്താക്കി സഞ്ചരിക്കുന്ന ഒരു പർവ്വതത്തിന്റെ രൂപത്തിലാക്കി താഴത്തെ താടി ഭൂമിയിലും മേലത്തെ ചുണ്ട് ആകാശത്തിലും വെച്ച് ഇന്ദ്രന്റെ അടുത്ത് പോയി വായു പിളർന്ന് ആ ഇന്ദ്രനെ വജ്രായുധവും ഐരാവതത്തോടും കൂടി വിഴുങ്ങി. നാരായണ കവച ശക്തി കൊണ്ട് ഇന്ദ്രന് ഒന്നും സംഭവിച്ചില്ല. ഉദരത്തിലെത്തിയ ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് ഉദരം കീറി വെളിയിൽ വന്നു. അങ്ങനെ 1 വർഷം മുഴുവൻ വജ്രായുധം കൊണ്ട് വൃത്രാസുരന്റെ ചുറ്റും സഞ്ചരിച്ചതിന് ശേഷമാണ് വൃത്രാസുരന്റെ ശിരസ് ഇന്ദ്രനെ ഛേദിക്കാൻ സാധിച്ചത്. 1 വർഷം കാലവും ഭഗവാന്റെ കാരുണ്യമായിട്ടാണ് വൃത്രാസുരൻ കണ്ടത്. തന്റെ കർമ്മവാസന എല്ലാം കഴിഞ്ഞ ശേഷം അതും ഭഗവാന്റെ കാരുണ്യമായിട്ടാണ് വൃത്രാസുരന് തോന്നിയത്. അങ്ങനെ 1 വർഷം കൊണ്ട് വൃത്രാസുരന്റെ ശിരസ് ഛേദിക്കുകയും അവസാനം എല്ലാവരും ആ 14 ലോകരും കണ്ടുകൊണ്ടിരിക്കെ ആ വൃത്രാസുരനിൽ നിന്നൊരു തേജസ് ആ വൈകുണ്ഠനാഥനിൽ പോയി ലയിക്കുന്നതായിട്ട് എല്ലാവരും കണ്ടു. ഇവിടെ വൃത്രാസുരന് മുക്തിയാണ് ലഭിച്ചത്. നമുക്കിതിൽ നിന്ന്, ഈ പാഠത്തിൽ നിന്ന്, ഈ വൃത്രാസുരന്റെ കഥയിൽ നിന്ന് നമുക്ക് ചില തത്വങ്ങൾ മനസ്സിലാക്കാം. യഥാർത്ഥ ഭക്തി ബാഹ്യരൂപത്തിലല്ല. വൃത്രാസുരൻ ജന്മം കൊണ്ട് ഒരു അസുരനായിരുന്നു, എങ്കിൽ ഉള്ളിൽ അദ്ദേഹം വലിയ പരമഭാഗവതനായിരുന്നു. അപ്പൊ ഒരാളുടെ ഗുണം അല്ലെങ്കിൽ അയാളുടെ ഭക്തി നിശ്ചയിക്കേണ്ടത് ബാഹ്യരൂപം കൊണ്ടല്ല, അയാളുടെ ഉള്ളിലുള്ള ഈശ്വരവിശ്വാസവും സമർപ്പണ ഭാവം കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഭഗവത് ഇച്ഛയ്ക്ക് കീഴടങ്ങുക. യുദ്ധരംഗത്ത് വെച്ച് വൃത്രാസുരൻ ഇന്ദ്രനോട് പറയുകയാണ്, വിജയവും പരാജയവും ദൈവനിശ്ചയമാണ്. അതുകൊണ്ട് നമുക്കുള്ള പാഠം, ജീവിതത്തിലെ ലാഭങ്ങളിലും നഷ്ടങ്ങളിലും അമിതമായി സന്തോഷിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യാതിരിക്കുക. എല്ലാം ഭഗവാന്റെ നിശ്ചയമായി കണ്ട് എല്ലാം സ്വീകരിക്കാൻ പഠിക്കുക. ഇനി ശത്രുതയിലും ധർമ്മം കൈവെടിയാതിരിക്കുക. ഇവിടെ യുദ്ധത്തിൽ ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് വജ്രായുധം താഴെ വീണപ്പോൾ ഇന്ദ്രനെ ചതിച്ച് വൃത്രാസുരൻ ഒരിക്കലും ആക്രമിച്ചില്ല. പകരം ധർമ്മം ഓർമ്മിപ്പിച്ച് ഇന്ദ്രനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. കഠിനമായ പ്രതിസന്ധികളിലും ശത്രുതയിലായാൽ പോലും ധർമ്മത്തെ ഒരിക്കലും കൈവിട്ട് കളയരുത്. മരണം ശരീരത്തിന് മാത്രം എന്ന ബോധം, ശരീരത്തിന് മാത്രമേ ആ മരണം ബാധിക്കുകയുള്ളൂ. ഇവിടെ മരണത്തെക്കുറിച്ചുള്ള ഭയമില്ലാതാക്കുക. ശരീരം നശിച്ചാലും ആത്മാവ് ശാശ്വതമാണ്, അമരത്വം ഉള്ളതാണ് ആത്മാവ് എന്നുള്ള തത്വം നമ്മൾ മനസ്സിലാക്കുക. ലക്ഷ്യം എപ്പോഴും ഭഗവത് പ്രാപ്തിയായിരിക്കണം. വൃത്രാസുരൻ സ്വർഗരാജ്യമോ ലൗകിക സുഖമോ ഒന്നും ആഗ്രഹിച്ചില്ല. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ലയിക്കാൻ മാത്രമേ വൃത്രാസുരൻ ആഗ്രഹിച്ചുള്ളൂ. അതുപോലെ നമ്മൾക്കും ഈ ഭൗതിക നേട്ടങ്ങൾക്ക് അപ്പുറം ആത്യന്തികമായ ഒരു ആത്മീയ ഉന്നതിയാണ് നമ്മളും എപ്പോഴും ആഗ്രഹിക്കേണ്ടത്. നമുക്ക് ഈ വൃത്രാസുരന്റെ കഥയിലെ അതേമാതിരി ഇന്നും നേരിട്ടറിഞ്ഞ വൃത്രാസുരനെ പോലെ ശരീരത്തിന്റെ നശ്വരതയും ആത്മാവിന്റെ അനശ്വരത്വം അറിഞ്ഞ ഒരു യോഗിയാണ് നമ്മുടെ രമണ മഹർഷി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഒരു ദിവസം കഠിനമായ മരണഭയം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല ചെയ്തത്, പകരം മരണം എന്താണെന്ന് നേരിട്ട് തന്നെ അറിയണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ തറയിൽ പോയി കിടന്ന് ശ്വാസം അടക്കി പിടിച്ചു. ശരീരം മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ ശ്മശാനത്തിൽ കൊണ്ടുപോയി അത് കത്തിക്കാൻ അദ്ദേഹത്തെ നന്നായി അറിയായിരുന്നു. എങ്കിലും ശരീരം പോയാലും ഞാൻ എന്ന ബോധം നശിക്കുന്നില്ല എന്നുള്ള തത്വം അദ്ദേഹം മനസ്സിലാക്കി. ഈ ശരീരം താനല്ലെന്നും താൻ അമരനായ ആത്മാവെന്നുള്ള ബോധം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെ മരണഭയം എന്നേക്കുമായി വൃത്രാസുരനെ മാതിരി ശരീരത്തിന്റെ അനശ്വരത അറിഞ്ഞ ഒരു യോഗിയാണ് രമണ മഹർഷി. ഇതേമാതിരി സ്വാമി വിവേകാനന്ദൻ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ധീരതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. കാശിയില് നിന്ന് അമ്പലത്തിൽ ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് കുറെ കുരങ്ങന്മാർ അദ്ദേഹത്തെ ആക്രമിക്കാൻ പിന്നാലെ കൂടി. അപ്പൊ അദ്ദേഹം ഓടാൻ തുടങ്ങി. ഇത് കണ്ട ഒരു സന്യാസി വിളിച്ചു പറഞ്ഞു, പ്രത്യേക സന്യാസി പറഞ്ഞു, ഓടരുത്, അവരെ ധീരമായി നേരിടൂ. ഉടനെ വിവേകാനന്ദ സ്വാമി തിരിഞ്ഞു നിന്ന് കുരങ്ങന്മാരെ നന്നായി ഒന്ന് നോക്കി. അത് കണ്ട ഉടനെ കുരങ്ങന്മാർ പേടിച്ച് പിൻവാങ്ങി. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും മരണത്തെയും ഒന്നിനെയും ഭയന്നോടാതെ
വൃത്രാസുരൻ എങ്ങനെയാ വജ്രായുധത്തെ നേരിട്ടത് മാതിരി ധീരമായി നമ്മളും നേരിടണം എന്ന തത്വം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ സോക്രട്ടീസ്, ഇദ്ദേഹം ഒരു ഗ്രീക്ക് തത്വചിന്താകരനാണ്. ഇദ്ദേഹത്തിന് അതേമാതിരി അമരത്വത്തെക്കുറിച്ച് ഗീതയിൽ പറഞ്ഞ വ്യക്തിത്വം കാണിച്ചതാണ് സോക്രട്ടീസ്. അദ്ദേഹം സത്യം വിളിച്ചു പറഞ്ഞതിന് അദ്ദേഹത്തിന് ഭരണാധികാരികൾ അദ്ദേഹത്തിന് വിഷം കൊടുത്ത് അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിച്ചു. അപ്പം മരിക്കുന്നതിന് കുറച്ചു മുമ്പ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ അങ്ങേ എവിടെയാണ്, എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് ശരീരം സംസ്കരിക്കേണ്ടത്, അടക്കം ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഒന്നും ഓർത്തോളൂ, നിങ്ങൾ അടക്കം ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ നശ്വരമായ ശരീരത്തെ മാത്രമാണ്. നിങ്ങൾക്ക് എൻ്റെ ആത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുമ്പ് തന്നെ ശരീരമല്ല താൻ എന്നുള്ള പൂർണ്ണ ബോധമുണ്ടായിരുന്നു. ഇനി നമുക്ക് ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കടന്നുകൊണ്ട് അദ്ദേഹം സ്വച്ഛന്ത മൃത്യു സാധിക്കുന്ന ആളായിരുന്നു. ശരീരം മുഴുവൻ അമ്പുകൾ വെച്ച് അദ്ദേഹം കഠിനമായ വേദന അനുഭവിക്കുന്ന സമയത്തും അദ്ദേഹം സൂര്യൻ ഉത്തരായണത്തിലേക്ക് മാറുന്നത് വരെ ആ വേദനയിൽ മാസങ്ങളോളം കിടന്നു. കാരണം അദ്ദേഹത്തിന് നല്ല ബോധമുണ്ടായിരുന്നു, താൻ ശരീരമല്ലെന്നും ആ ഭഗവാന്റെ ദർശനം, ഭഗവാന്റെ മുന്നിൽ കണ്ടുകൊണ്ട് തനിക്ക് ഈ ശരീരം വെടിയണമെന്നും അദ്ദേഹം അങ്ങനെ പരമപദത്തിലേക്ക് എത്തണമെന്നും ആഗ്രഹിച്ച ഒരാളാണ് ഭീഷ്മ പിതാമഹൻ. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം, ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധം നമുക്ക് മെല്ലെ മെല്ലെ നമ്മൾക്കും മനസ്സിലാക്കി കൊണ്ടുവരാൻ നമുക്ക് ഈ കഥയിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ വാക്കുകൾ ഞാൻ എല്ലാ സജ്ജനങ്ങളുടെയും ഭഗവാന്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. കായേന വാച മനസ്സേന്ദ്രിയ ആത്മനാവാൽ ഹൃദയ സ്വഭാവാൽ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഈ ഒരു പ്രഭാതത്തില് നല്ലൊരു സന്ദേശം തന്നെയാണ് സത്യത്തിൽ നമുക്ക് ആ വൃത്രാസുരനിൽ നിന്നും അതുപോലെ തന്നെ അതിനോട് ചേർന്നതായിട്ടുള്ള പല അനുബന്ധമായിട്ടുള്ള വിഷയങ്ങളും ഭീഷ്മ പിതാമഹനെയും ഒക്കെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു. ആ വൃത്രാസുരന്റെ ഈ നശ്വരമായിട്ടുള്ള ദേഹത്തിൽ നിന്നും നമ്മളുടെ കണ്ണ് അനശ്വരമായിട്ടുള്ള അചിന്ത്യമായിട്ടുള്ള അല്ലെ അഖണ്ഡ ബോധത്തോടുകൂടി ഇരിക്കുന്ന ഈശ്വരനിലേക്ക് തിരിയാൻ ഇനി താമസിക്കരുതേ എന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു ശരിക്ക് ഈ പ്രഭാഷണത്തിൽ നിന്നും ഊന്നി നിന്നതെന്ന് പറയാണ്. എന്തായാലും വളരെ വളരെ ഗംഭീരമായിട്ടത് ആ വിഷയം അവിടെ അവതരിപ്പിച്ചു. വളരെയധികം സന്തോഷം. ഇനിയും ധാരാളം ഇതിലൊക്കെ ഏറ്റവും നമ്മൾ ആ പാദങ്ങൾ നമസ്കരിക്കേണ്ടത്, ഇത്രയും തിരക്കിനിടയിൽ ഇതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തി ഇത് പറയണമെങ്കിൽ എത്ര ആത്മാർത്ഥതയാണെന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കറിയാം നല്ലൊരു ENT സ്പെഷ്യലിസ്റ്റിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയാം. അതിലുപരി അമ്മയ്ക്ക് ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരാളെ പോലും മാറ്റി നിർത്താതെ ചെല്ലാവുന്നിടത്തൊക്കെ ചെന്ന് അല്ലെ സ്വന്തം കണ്ണിന് പോലും പ്രശ്നമുണ്ടായിട്ട് സർജറി നടത്തുന്ന ആളാണ് അമ്മ. അതാണ് തിതിക്ഷ എന്ന് പറയുന്നത്. അതായത് സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിത. അങ്ങനെ പോലും തൻ്റെ ദുഃഖം വിട്ടിട്ട് മറ്റുള്ളവരുടെ വേദനയെ കാണുന്ന ഒരു മഹത് വ്യക്തിത്വം നമുക്ക് അങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു മഹത്വം തന്നെയാണത്. യാതൊരു സംശയവുമില്ല. ആ സുധാജിയെ എത്ര നമസ്കരിച്ചാലും അല്ലെങ്കിൽ ഡോക്ടറെ എത്ര നമസ്കരിച്ചാലും നമുക്ക് മതിയാകുകയില്ല. ഇതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ വിദ്യ പകർന്നു എന്നുള്ളൊരു മാതൃകയാണ് ശരിക്കും. അപ്പം നോക്കൂ, ആ ഗുരുവായൂരപ്പന്റെ ഒരു തീരുമാനം ഇതാണെങ്കിൽ ഞാനത് ചെയ്യും എന്നുള്ള ഒരു ഉറച്ച ബുദ്ധിയോടുകൂടി ഇപ്പം അതിനു വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ അമ്മയുടെ പാദങ്ങളിൽ നമുക്ക് എല്ലാവർക്കും നമസ്കരിക്കാം. അതുപോലെ തന്നെ ഇനിയും ആ സേവനങ്ങൾ അമ്മയ്ക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അമ്മയുടെ അനാരോഗ്യങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ വേണ്ട പോലെ അത് മാറ്റിക്കൊടുക്കണേ എന്നുള്ള ആത്മാർത്ഥമായിട്ട് നമുക്ക് ഗുരുവായൂരപ്പനോട് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.